ജഹ്റ പട്ടണത്തിൽ നിന്നും പുറത്തിറങ്ങി 80-ാം നമ്പർ ഹൈവേയിലൂടെ ഞങ്ങൾ വടക്കോട്ടുള്ള യാത്ര തുടർന്നു. ജഹ്റ പട്ടണത്തിന് അതിർത്തി തീർക്കുന്നത് പോലെയാണ് മുത്ല റിഡ്ജസ് നിൽക്കുന്നത്. സവിശേഷമായ മണൽക്കുന്നിൻ്റെ ഒരു നീണ്ട നിരയാണ് മുത്ല റിഡ്ജസ്. അതിനെ മുറിച്ച് കടന്നു വേണം അതിർത്തി ദേശമായ അബ്ദലിയിലേക്ക് പോകാൻ. 80-ാം നമ്പർ റോഡിന് മരണത്തിൻ്റെ പെരുവഴി എന്ന പേര് വരുന്നത് ഒന്നാം ഗൾഫ് യുദ്ധത്തിൻ്റെ അവസാന ദിവസം നടന്ന അതിഭീകരമായ ഒരു സംഭവത്തെ പ്രതിയാണ്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്ന ഒന്നാം ഗൾഫ് യുദ്ധം അവസാനിക്കുന്നത് 1991 ഫെബ്രുവരി 28-ാം തീയതിയാണ്. പരാജയം ഉറപ്പായതിനു ശേഷം 26-ാം തീയതിയോടെയാണ് ഇറാഖി പട്ടാളം കുവൈറ്റിൽ നിന്നും പിൻവാങ്ങുന്നത്. കുവൈറ്റിൽ നിന്നും ഇറാഖിലേക്കുള്ള ഏക കരവഴിയാണ് ഹൈവേ 80. ആ സമയത്ത് ഏകദേശം 2000 വാഹനങ്ങളാണ് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചത്. സൈനിക വാഹനങ്ങൾക്കൊപ്പം കുവൈറ്റിലേക്ക് അധിനിവേശിച്ച് കയറിയ ഇറാഖി സിവിലിയന്മാരുടെ വാഹനങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിലെ ഏറ്റവും രൂക്ഷമായ യുദ്ധദുരന്തം നടക്കുന്നത് ആ ദിവസമാണ്. പിൻവാങ്ങുകയായിരുന്ന ഇറാഖി പട്ടാളത്തെയും മറ്റ് ഇറാഖികളെയും പറന്നു വന്ന സഖ്യസേനയുടെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത് കളഞ്ഞു. മുത്ല മണൽക്കുന്നിനപ്പുറം ശക്തമായ വ്യോമാക്രമണമാണ് നടന്നത്. നൂറുകണക്കിന് ഇറാഖികളാണ് ആ ഒറ്റ രാത്രിയിൽ കൊല്ലപ്പെട്ടത്. ഈ പാതയുടെ നീളം ആസകലം ഒരു ശവപ്പറമ്പായി മാറി. മനുഷ്യമൃതദേഹങ്ങൾ മാറ്റിയെങ്കിലും വാഹനങ്ങളുടെ ശവശരീരങ്ങൾ റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് കാലം കിടന്നു. ഞാനിവിടെ എത്തിയ ആദ്യ നാളുകളിലൊന്നിൽ ഇതുവഴി കടന്നു പോയപ്പോൾ ആ വാഹനങ്ങളുടെ അസ്ഥികൂടങ്ങൾ അവിടെ കണ്ടിരുന്നു. പിന്നീട് റോഡിൻ്റെ പുനർനിർമ്മാണത്തോടെ ആ ഓർമ്മകളും അപ്രത്യക്ഷമായി. മുത്ല മണൽക്കുന്ന് കടക്കുമ്പോൾ വലിയൊരു മല കയറി ഇറങ്ങുന്ന അനുഭവമൊന്നും നമുക്കുണ്ടാവില്ല. മുത്ല റിഡ്ജസിൻ്റെ കാഴ്ചകളിലേക്ക് ഈ ഭാഗത്തിൻ്റെ അവസാനം വരാം. കുന്ന് കടന്ന് വിജന മരുഭൂമിയിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു ചെക്ക് പോസ്റ്റുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇതുവഴി കടന്നു പോകുമ്പോൾ പോലീസ് പരിശോധന ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. മാത്രവുമല്ല, ഇപ്പോൾ കുന്നിനപ്പുറമുള്ള ഭാഗവും മുഖ്യധാരയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റ് ഇറാഖ് അതിർത്തിയിൽ പുതുതായി വന്ന എണ്ണ ഖനന പ്രോജക്റ്റുകളും അബ്ദലിയിലെ തോട്ടങ്ങളും ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്. അതിനാൽ തന്നെയാവാം ഹൈവേ ഇവിടെ വീണ്ടും പുതുക്കിപ്പണിയുന്നത് കാണാനാവും. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഓർമ്മ വരുന്ന സാൻഡ് ഡ്യൂൺസ് കുവൈറ്റിൽ അപൂർവമാണെന്ന് പറയാം. മറ്റൊരു തരം മരുഭൂമിയാണിവിടെ. പശിമയുള്ള മണ്ണാണ്. വെള്ളം നനഞ്ഞാൽ കട്ടിയാവും. അബ്ദലിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ അതുമാതിരിയുള്ള പ്രദേശത്തു കൂടിയാണ് കടന്നു പോവുക. മരുഭൂമിയാണെങ്കിലും തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന ഹൈടെൻഷൻ കറണ്ട് കമ്പികൾ എപ്പോഴും അതിന് നാഗരികതയുടെ സാമീപ്യം നൽകും. വഴിതെറ്റി അലഞ്ഞു പോയേക്കാവുന്ന അതിരുകളില്ലാത്ത ഭൂമി എന്നൊന്നും തോന്നുകയില്ല. വഴിയോരത്ത് മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാട്ടിൻ പറ്റങ്ങളെ കാണാം. ഇത്തവണ കണ്ടില്ലെങ്കിലും ഒട്ടകങ്ങളും അപൂർവമല്ല. അധികം താമസിയാതെ ഞങ്ങൾ അബ്ദലി ഭാഗത്ത് എത്തി. നേരത്തെ പറഞ്ഞതുപോലെ അബ്ദലി ഒരുപാട് തോട്ടങ്ങളുള്ള പ്രദേശമാണ്. അബ്ദലിയിലെ ഒരു തോട്ടത്തിലെ വിശദമായൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. മറ്റ് യാത്രകൾ എന്ന പ്ലേലിസ്റ്റിൽ അത് കാണാം. കോവിഡ് കാരണം പക്ഷേ തോട്ടങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല.
ഇരുഭാഗത്തും തോട്ടങ്ങൾ നിരന്നു കിടക്കുന്ന റോഡിലൂടെ ഞങ്ങൾ കുറേ ദൂരം വെറുതെ ഡ്രൈവ് ചെയ്തു. ഒരു തോട്ടത്തിൽ മാത്രം അല്പം ആളനക്കം കണ്ടു. അവിടെ ചെടികളുടെയും മറ്റും കച്ചവടം ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. കരിമ്പിൻ ജ്യൂസും ചോളവും വിൽപ്പനയ്ക്കുമുണ്ട്. വിചിത്ര ആഗ്രഹിച്ചു വന്നതല്ലേ? അല്ല, ഞാൻ ചുമ്മാ ഇരുന്ന് വണ്ടിയിലിരുന്ന് നോക്കിയപ്പോൾ അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി. അതിർത്തി എത്തുന്നതിന് കുറച്ച് മുൻപ് റോഡ് വിട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങി നിന്നു. ഇറാഖ് അധികം ദൂരത്തല്ല. അതിർത്തിക്കപ്പുറം ഈ റോഡിൻ്റെ നമ്പർ 80 ആയിരിക്കില്ല. ഈ വഴിയുടെ പരിസരവും കഥയും ചരിത്രവും മറ്റൊന്നായിരിക്കും. ഇറാഖിൻ്റെ കുവൈറ്റ് അധിനിവേശത്തിന് മുൻപ് ഒരു പാസ് എടുത്താൽ അതിർത്തിക്കപ്പുറമുള്ള ബസ്ര പട്ടണത്തിലേക്ക് പോകാമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ പട്ടണമാണ് ബസ്ര. ഈ നിൽക്കുന്ന ഇടത്തു നിന്നും ഏകദേശം 50 കിലോമീറ്റർ മാത്രം അകലെയാണ് ബസ്ര. എങ്കിലും നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആ അകലം വളരെ വലുതാണ്. ഞങ്ങൾ നിൽക്കുന്നതിനടുത്തായി ആട്ടിടയന്മാരുടെ ടെൻ്റ് കണ്ടു. നഗരങ്ങളിൽ നിന്നും അകലെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ. മലയാള ഭാഷയിൽ ആടുജീവിതം എന്ന ഫോക്ലോർ നമുക്ക് സുപരിചിതമാണല്ലോ. ട്രോപ്പിക്കൽ ദേശമായ നമ്മുടെ നാട്ടിൽ പ്രകൃതിയുടെ വൈവിധ്യം നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാനാവും. മലയായും കാടായും വെള്ളച്ചാട്ടമായും ഒക്കെ അത് മുന്നിലുണ്ട്. എന്നാൽ ഈ മരുഭൂദേശത്ത് പ്രകൃതിയുടെ വൈവിധ്യം അറിയണമെങ്കിൽ വളരെ സൂക്ഷ്മമാവണം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരിടമാണ് മുത്ല മണൽക്കുന്നുകൾ. ഒരുപക്ഷെ കുവൈറ്റിലെ പ്രത്യേകതയുള്ള ഒരു ഭൂഭാഗം എന്ന് പറയാനാവുന്ന ഒരിടം മുത്ല റിഡ്ജസ് മാത്രമായിരിക്കും. 80-ാം നമ്പർ ഹൈവേ മുത്ലയെ മുറിച്ച് കടന്നു പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കുന്നുകയറി മുത്ലയുടെ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മുത്ല റിഡ്ജസ് ആഴ്ചാന്ത്യങ്ങളിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് ആളുകൾ ഇവിടം സന്ദർശിക്കാനെത്തുന്നു. 4 വീൽ ഡ്രൈവിലും ബഗ്ഗിയിലും കുതിരയിലുമൊക്കെ സാഹസിക റൈഡ് നടത്തുന്നവരെയും ഒരുപാട് കാണാനാവും. ഇവിടെ നിന്നാൽ ഉൾക്കടലിൻ്റെ മറുതീരത്ത് കുവൈറ്റ് സിറ്റിയും പരിസരങ്ങളും ദൂരക്കാഴ്ചയായി കാണാനാവും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഞങ്ങളുടെ ഒരു ഇഷ്ടപ്രദേശമാണ് മുത്ല.
പല കാലാവസ്ഥകളിൽ പല അവസരങ്ങളിൽ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ആളുകളെ കൊണ്ട് മുഖരിതമാണെങ്കിലും ഒരു മനുഷ്യനുമില്ലാതെ വിജനമായി കിടക്കുന്ന കുന്നിൻ ചെരുവിൽ ഞങ്ങൾ വന്ന് നിന്നിട്ടുണ്ട്. അങ്ങകലെ മണൽക്കുന്ന് തീർക്കുന്ന നിഴലിലൂടെ അവ്യക്തമായൊരു കാഴ്ചയായി ഒട്ടകക്കൂട്ടങ്ങൾ നടന്നു പോകുന്നത് നോക്കി നിന്നിട്ടുണ്ട്. പല കാലത്തിൻ്റെ പല ഓർമ്മകൾ ഉൾപ്പേറുന്ന ഒരിടമാണ് ഞങ്ങൾക്ക് മുത്ല. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എങ്കിലും വെയിലുള്ളതുകൊണ്ട് ഈ ശീതക്കാറ്റ് സഹനീയമാണ്. അപ്പോഴാണ് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു കൂട്ടം ബൈക്കേഴ്സ് കയറി വന്നത്. ഇന്ന് മുത്ല കുന്നിന് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. കുവൈറ്റിലെ സവിശേഷമായ ഒരു ഭൂപ്രദേശം തന്നെയാണ് മുത്ല. ഒരു കാനിയൻ്റെ മിനിയേച്ചർ പോലെ അനുഭവപ്പെടും. ഭൂമിയിൽ അഗാധമായ വിടവുകളും ആഴമുള്ള ഗർത്തങ്ങളും കാണാനാവും. അത് ഈ ഭൂഭാഗത്തിന് നിഗൂഢമായ ഒരു പരിവേഷം നൽകും. പ്രത്യേകിച്ച് വിജനമായ നേരത്തിവിടെ വരുമ്പോൾ ആ നിഗൂഢഭാവം ഉള്ളതുകൊണ്ടാവാം അപസർപ്പക സ്വഭാവം പുലർത്തുന്ന ഒരു നോവലിൽ മുത്ല റിഡ്ജസ് പ്രാധാന്യം കുറയാത്ത ഒരു കഥാപാത്രമായി കടന്നു വരുന്നുണ്ട്. നോവൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലോ അറബിയിലോ ഉള്ള നോവൽ എന്ന് തെറ്റിദ്ധരിക്കേണ്ട, മലയാള ഭാഷയിൽ എഴുതപ്പെട്ട നോവൽ തന്നെയാണ്. കുവൈറ്റിൽ ജീവിക്കുന്ന 4 മലയാളികൾ ചേർന്നെഴുതിയ നോവൽ. ഒട്ടകക്കൂത്ത് എന്നാണ് ആ നോവലിൻ്റെ പേര്. മലയാള ഭാഷയുടെ ഭാവനകൾ കടന്നു ചെല്ലാത്ത ഇടങ്ങൾ ഭൂമിയിൽ വിരളമായിരിക്കും. എന്താണ് മുത്ലയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. നിരപ്പായ ഭൂമിയാണ് കുവൈറ്റിലേത്. വളരെ സൂക്ഷ്മമായ അന്വേഷണത്തിലേക്ക് പോയില്ലെങ്കിൽ ഏറെക്കുറെ വൈവിധ്യമില്ലാത്ത ഭൂപ്രദേശം. ഏതാണ്ട് ഒരുപോലിരിക്കുന്ന പട്ടണങ്ങളും ജനവാസ മേഖലകളും. അതിനാൽ തന്നെ ഭൂനിരപ്പിൽ നിന്നും ഉയർന്നിരിക്കുന്ന മുത്ലാക്കുന്നിൻ്റെ നീണ്ട നിര പ്രത്യേകമായൊരു കാഴ്ചയും അനുഭവവും ആയി മാറുന്നു. വടക്കൻ ഭാഗത്തേക്ക് പ്രകൃതി ഉയർത്തിയ ഒരു കോട്ടമതിൽ പോലെയും അത് കാണപ്പെടും. ഗൾഫ് യുദ്ധകാലത്ത് ആദ്യം ഇറാഖി പട്ടാളത്തിൻ്റെയും പിന്നീട് സഖ്യസേനയുടെയും സംഘങ്ങൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. മണൽ മടക്കിനിടയിൽ അഭ്യാസം നടത്തുന്ന 4 വീൽ വാഹനങ്ങളും ബഗ്ഗികളും ഇടയ്ക്കിടയ്ക്ക് കാണാം. അത്തരം സാഹസത്തിനിടയ്ക്ക് രക്ഷയില്ലാതെ കുടുങ്ങിപ്പോയതാവാം ചില വാഹനങ്ങളുടെ അസ്ഥികൂടവും കാഴ്ചയിലെത്തി. നാട്ടിൽ നിന്ന് സമുദ്രദൂരത്തിനിപ്പുറം ഈ വൈകുന്നേരം ഇവിടെ നിന്ന് ദൂരെ കൂടി കടന്നു പോകുന്ന 80-ാം നമ്പർ ഹൈവേ കാണുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുകയായിരുന്നു. മരണത്തിൻ്റെ ഹൈവേ എന്നാണ് അതിൻ്റെ വിളിപ്പേരെങ്കിലും ഇന്ത്യക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, അത് പ്രത്യാശയുടെ ഹൈവേ ആണ്. കുവൈറ്റിലെ ഇറാഖ് അധിനിവേശ സമയത്ത് കുവൈറ്റ് തിരിച്ചുപിടിക്കാൻ സഖ്യസേന യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് 10,000-കണക്കിന് മലയാളികളാണ് അതേ പാതയിലൂടെ രക്ഷപ്പെട്ടത്. ഇതുവഴി ഇറാഖിലേക്കും അവിടെ നിന്ന് ജോർദാനിലെ അമ്മാനിലേക്കും പോവുകയായിരുന്നു അവർ. അമ്മാനിൽ നിന്നാണ് അവരെ ഇന്ത്യയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തത്. അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് പല കാഴ്ചകളും കണ്ടു നിൽക്കെ മുത്ല കുന്നിനപ്പുറം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി.
മനോഹരമായ ഒരു മൂവന്തിയും സന്ധ്യയും ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. പ്രകൃതിയുടെ ക്യാൻവാസിൽ വരയപ്പെടുന്ന ചിത്രങ്ങൾക്ക് ചാരുത കൂടുതലാണ്. സൂര്യൻ അസ്തമിച്ചതോടെ മുത്ലയിൽ ഇന്ന് വിരുന്നിനെത്തിയവരൊക്കെ മടങ്ങാൻ തുടങ്ങി. ഞങ്ങളും സാവധാനം വണ്ടിയിലേക്ക് നടന്നു. കുന്നിറങ്ങുമ്പോൾ ദൂരെ നഗരം അതിൻ്റെ വൈദ്യുതി വിളക്കുകൾ കത്തിച്ചു കഴിഞ്ഞിരിക്കുന്നത് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മായിക ലോകം പോലെ അത് കാണപ്പെടുന്നു. അതിലേക്ക്, യഥാർത്ഥ ജീവിതത്തിൻ്റെ സാധാരണത്വത്തിലേക്ക് ഒരു വൈകുന്നേരത്തിൻ്റെ പിക്നിക്കിനെത്തിയവർക്ക് എല്ലാവർക്കും മടങ്ങണം. 80-ാം നമ്പർ ഹൈവേ പോലുള്ള ചരിത്രത്തിൻ്റെ പെരുവഴിയിലൂടെ.